ചങ്ങായിമാർ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് ഹിന്ദുവിന് സഹായം കിട്ടുന്നത് ഇല്ലാതാക്കാൻ നോക്കുന്ന ഒരു ചാണക സംഖ്യയെ കുറിച്ചാണ്. അൻസാരി ഉസ്താദ് പാവപ്പെട്ട ഹിന്ദുക്കളെ സഹായിക്കുന്നത് കണ്ടിട്ട് കുരുപൊട്ടിട്ട് ഈ ചാണക സംഖ്യ ഉണ്ടല്ല, ആ സഹായം, ആ ഹിന്ദുവിന് കിട്ടുന്ന സഹായം ഉണ്ടല്ല, അത് ഇല്ലാതാക്കാൻ നോക്കിയാണ്. പ്രവീൺ രവി എന്ന പരനാറി ചാണക സംഖ്യയുടെ പേര്. ലവൻ അപ്പോഴും ഉണ്ടല്ല, നമ്മൾ ആർപിക്കുസൈനില്ലേ, ആർപിക്കുസൈന്റെ കൊണയടി പരിപാടി ഉണ്ടാവില്ല, ആ പരിപാടിയിൽ ആർപിക്കിന്റെ കൂടെ ഇരിക്കുന്നതാണ്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഈ പരനാറി ചാണക സംഖ്യ ഉള്ള അൻസാരി ഉസ്താദിനെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ആദ്യം കേൾക്കാം, എന്നിട്ട് ബാക്കി മറുപടി കൊടുക്കാം. ഉസ്താദിനെ ഞാൻ കുറച്ച് പൊക്കി പറഞ്ഞു. ഞാൻ നിങ്ങളുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട്, രസകരമായിട്ടുള്ള കുറെ വീഡിയോസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ രസകരമായ വീഡിയോയുടെ പുറകിൽ നല്ലൊരു മത തീവ്രവാദി ഒളിച്ചിരിപ്പുണ്ട് എന്നതും നമുക്കൊക്കെ അറിയാം. ജോസഫ് മാഷിനെ കൈവെട്ടിയ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പുസ്തകം പിടിച്ചിട്ട് നിങ്ങളൊരു വളിച്ച ഒരു ചിരിയും ചിരിച്ച് നിൽക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഒരു ഫോട്ടോ ഉണ്ടല്ലോ, നമ്മളെല്ലാം കണ്ടതാണ്. പിന്നെ നിങ്ങൾ ഈ ചീത്തപ്പേര് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് എന്താ പറയുന്നത്, സഹായം ചെയ്യുക, എന്താ പറയുക, ചാരിറ്റി ചെയ്യുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ പരനാറി ചാണക സംഖ്യ ഉണ്ടല്ലോ, വിളിക്കണമെന്നുണ്ടല്ലോ പുളിച്ച തെറിയാണ്. പക്ഷെ പുളിച്ച തെറി ഉണ്ടല്ലോ, ഈ പരനാറിനെ വിളിച്ചാല് പുളിച്ച തെറിയില്ല, ആ തെറിക്കണ്ടല്ലോ, ആ തെറിക്ക് തന്നെ അവമാനമാണ്. ഉസ്താദ് സ്വയം വെളുപ്പിക്കാൻ വേണ്ടിട്ട് പോലും പാവപ്പെട്ട ഹിന്ദുക്കളെ സഹായിക്കുന്നത്. പ്രവീൺ രവി എന്ന് പേരുള്ള ചാണക സംഖ്യ, നിനക്കൊക്കെ ഉണ്ടല്ല അൻസാരി ഉസ്താദിന്റെ പേരുണ്ടല്ല, നിന്റെ ആ വൃത്തികെട്ട വായില്ലേ, ആ വായി കൊണ്ട് പറയാനുള്ള ഒരു യോഗ്യതയില്ല. നീയൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതായത് ഉസ്താദിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് ഉസ്താദ് ഉണ്ടല്ല പാവപ്പെട്ട ഹിന്ദുക്കളെ സഹായിക്കുന്ന ആ പരിപാടി ഉണ്ടല്ല, ആ പരിപാടി നിർത്തണം, അതാണ് നിനക്കൊക്കെ വേണ്ടത്. അങ്ങനെ ഉസ്താദിനെ പോലുള്ളവർ ആ പരിപാടി അങ്ങ് നിർത്തുമ്പോഴല്ല പാവപ്പെട്ട ഹിന്ദു ഉണ്ടല്ല, ആരാരും സഹായിക്കാത്ത പാവപ്പെട്ട ഹിന്ദു നടുക്കടലിടല്ല അങ്ങ് കിടക്കണം. അങ്ങനെ പാവപ്പെട്ട ഹിന്ദുക്കളുണ്ടല്ല, ആ പാവപ്പെട്ട ഹിന്ദുക്കളെ ഉപദ്രവിക്കലാണ് നിന്റെ പരിപാടിയെന്ന് ഹിന്ദുക്കൾ ഉണ്ടല്ല, അവർക്ക് മനസ്സിലാവുന്നുണ്ട്. സംഖ്യക്ക് ഏർപ്പെടില്ല, അതൊന്നും മനസ്സിലാവൂല. ഇങ്ങനെ ഉസ്താദിനെ കുറ്റം പറഞ്ഞ നീക്കിട്ടില്ല, ഇങ്ങനെ ആൾക്കാരെ കുറ്റം പറയുന്നതല്ലാതെ ഒരാളെ പാവപ്പെട്ട ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ എപ്പോഴെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? പരനാറി, നീ നിന്റെ കൂടി ഇരിക്കുന്ന ഒരു പരനാറി ഉണ്ടല്ലോ, ആർപിക്കുസൻ, ഈ രണ്ടാളും കൂടി ഈ നാട്ടിലുണ്ടല്ല, നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാനല്ലാതെ വേറെ എന്തിനെങ്കിലും വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ? എന്തായാലും ഈ പരനാറി ചാണക സംഖ്യയുടെ ഈ വീഡിയോ കിട്ടില്ല, നമ്മൾ അൻസാരി ഉസ്താദ് ഉണ്ടല്ല നല്ലൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടി കൂടി നമുക്കൊന്ന് കേൾക്കാം. എന്നെ നമ്മുടെ അൻസാരി ഉസ്താദ് എയറിൽ വിട്ടിട്ടില്ല. ഞാൻ നിങ്ങളുടെ വീഡിയോയിലെ കാണാറുണ്ട്, രസകരമായിട്ടുള്ള കുറെ വീഡിയോസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഈ രസകരമായ വീഡിയോയുടെ പുറകിൽ ഈ ചീത്തപ്പേര് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് എന്താ പറയുന്നത്, സഹായം ചെയ്യുക, എന്താ പറയുക, ചാരിറ്റി ചെയ്യുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും നിങ്ങളെ കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഉപകാരം ഉണ്ടാവുന്നുണ്ടല്ലോ. അതുപോലെ എന്റെ പ്രിയപ്പെട്ട കാതിൽ കടുക്കിനിട്ട നിർഗുണ വസന്തൻ ചേട്ടാ, പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്. നിങ്ങൾ മനുഷ്യനാണ്, അതല്ല മനുഷ്യാകൃതി പൂണ്ട മറ്റെന്തെങ്കിലും ജന്മമാണ്? ഇത് ചോദിക്കാനുള്ള കാരണം മറ്റൊന്നും കൊണ്ടല്ല. ഇവിടെ നിർധനരും നിസ്സഹായരുമായ അനേകായിരം മനുഷ്യർ, പല സമൂഹത്തിൽപ്പെട്ട മനുഷ്യരുണ്ട്. ഇതിൽ മുസ്ലിം സമൂഹം ഏതെങ്കിലും ഒരു വിഭാഗത്തെ സഹായിച്ചാൽ ആ സഹായിച്ച മനുഷ്യനുണ്ടാകുന്ന സന്തോഷം അവൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചാൽ അതൊരു മുസൽമാനെയാണല്ലോ ഈ പുകഴ്ത്തി പറയുന്ന ഒരൊറ്റ വൈരാഗ്യം ദേഷ്യം കൊണ്ടാണ് നിങ്ങൾ ഈ അമർഷം മുഴുവൻ കാണിക്കുന്നത്. നിങ്ങൾ നിരന്തരമായി എന്നെക്കുറിച്ച് പറയുന്നൊരു സാധനമാണ് തീവ്രവാദം മറക്കാൻ വേണ്ടിയാണ്, അതിൻ്റെ മുഖമറയാണ്, ഇതിനപ്പുറത്തേക്കൊരു മുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിരന്തരമായിട്ട് നിങ്ങളിത് പ്രചരിപ്പിച്ചിട്ടും ഈ മനുഷ്യരുടെ വരവ് അവസാനിക്കുന്നുണ്ടോ? നമ്മുടെയൊക്കെ വരുന്ന മനുഷ്യർ, എന്നാൽ ഈ തീവ്രവാദി എടുക്ക പോണ്ട, നിങ്ങളാകുന്ന മനുഷ്യരിലേക്ക് വരാമെന്ന് ഏതെങ്കിലും ഒരു മനുഷ്യന് തോന്നിയിട്ടുണ്ടോ? നീയോ ആരിഫ് ഹുസൈനോ കേരള സമൂഹം മാനവരാശി മനുഷ്യരായിട്ട് കാണുന്നുണ്ടോ? പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ അവസരത്തിൽ ഇതിന് വിശദീകരണം, ഇതിന് മറുപടി പറയാൻ പാടില്ലാത്തതാ? ഇവിടെ പാവപ്പെട്ട മുസ്ലിംമാന്മാർ അവരുടെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം, ആ വിഹിതം മാറ്റിവെക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ ഹിന്ദുവോ ക്രിസ്ത്യാനി ആരുമാകട്ടെ, മനുഷ്യർ മാത്രം അവൻ്റെ മുമ്പിൽ വരുമ്പം ഒരു വിഹിതം കൊടുക്കാൻ അവൻ സന്നദ്ധമാകുമ്പോൾ അവന് ട്രിഗറായിട്ട് എങ്ങനെ നമ്മൾ ഈ സഹോദര സമുദായത്തിൽപ്പെട്ടവരെ സഹായിച്ചാലും അവസാനം നമുക്ക് കേൾക്കുന്നത് തെറിയാണ്, അല്ലെങ്കിൽ തീവ്രവാദം വെളുപ്പിക്കാൻ വേണ്ടിയാണ്. പിന്നെ നമ്മളെന്തിനാ കൊടുക്കുന്നത് എന്ന് ചിന്തിച്ചാൽ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ലഭിക്കുന്ന സഹായം അത് നിഷേധിക്കപ്പെടും. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട നിർഗുണ വസന്തമേ, നീയും ആ ആരിഫ് എന്ന് പറയുന്ന ആ വസന്തവും നിങ്ങൾ 2-3 പേര് കൂടി യൂട്യൂബ് ചാനലിലൂടെ നിരന്തരമായി വിദ്വേഷം പ്രചരിപ്പിച്ച് ഈ മനുഷ്യരുടെ മനസ്സ് മുഴുവൻ മലിമസപ്പെടുത്തി നിങ്ങൾ വരുമാനം ഉണ്ടാക്കിക്കോ. എന്നിട്ട് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭാര്യമാരും കൂടെ പുതിയ വസ്ത്രം എടുത്ത് നല്ല ഉണ്ടു ഉറങ്ങി സുഭിക്ഷമായി ജീവിച്ചോ, എന്നിട്ട് കുറച്ച് യാത്രയും ചെയ്തോ. എന്തിനാണ് ഈ പാവപ്പെട്ടവർക്ക് ലഭിക്കുന്ന സഹായങ്ങൾ നിങ്ങൾ നശിപ്പിക്കുന്നത്? നിങ്ങൾ നമ്മളെ പറഞ്ഞ കുഴപ്പമില്ല, നിങ്ങൾ വട്ടം കൂടിയെന്ന് പറഞ്ഞു. നിങ്ങളിത് നിരന്തരമായി പറയുമ്പോൾ മുസ്ലിം സമൂഹത്തിൽ ചില ആളുകൾക്ക് ട്രിഗറായിട്ട് അവർ ഈ സഹായം മുഴുവനും നൽകാതിരിക്കുകയും ചെയ്യും. കാരണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു നായെങ്കിലും അതിൻ്റെ നാവ് നീട്ടിയിട്ട് നിന്റെയൊക്കെ മുമ്പിൽ വരുന്നുണ്ടോ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി? എന്തുകൊണ്ടാ? ഈ ബുദ്ധിയില്ലാത്ത നായക്ക് പോലും അറിയാം, അല്ലെങ്കിൽ മനുഷ്യരെ പോലെ ചിന്താശേഷിയില്ലാത്ത നായക്ക് പോലും അറിയാം നിന്റെ ഒന്നും മുമ്പിൽ വന്നിട്ട് ഒരു കാര്യമില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും നിന്റെ ഒന്നും കൈകൊണ്ട് മാനവരാശി കിട്ടത്തില്ലെന്നറിയാം.
അതുകൊണ്ടല്ലേ നിങ്ങളെയൊക്കെ കേൾക്കുന്ന മനുഷ്യർ തന്നെ കുറവല്ലേ? നിങ്ങളെയൊക്കെ കേൾക്കുന്ന മനുഷ്യരെ കുറിച്ച് എന്താ പറയുക നമ്മൾ? മാനവരാശിക്ക് വേണ്ടാത്ത മനുഷ്യർ. നിങ്ങൾ ഈ സമൂഹത്തിൽ എന്ത് സംഭാവന നൽകുന്നത്? വാക്കാലോ പ്രവൃത്തിയാലോ നിങ്ങളെ കൊണ്ട് ഈ മാനവരാശിക്ക് എന്ത് ഗുണമുള്ളത്? അതുകൊണ്ട് ഒറ്റ കാര്യം, ഇതിന് മറുപടി, നീ പറഞ്ഞതിന് മറുപടി പറയല്ല, പാവപ്പെട്ടവർക്ക് കിട്ടുന്നത് കിട്ടിക്കോട്ടെ. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഈ മുമ്പിൽ വരുന്ന ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയൊക്കെ അകറ്റണമെന്ന് ആഗ്രഹമുണ്ട്. എടാ, മുമ്പിൽ വന്നിട്ടൊരു മനുഷ്യൻ പറയാണ്, എൻ്റെ 2 കിഡ്നിയും പോയി. 23 വയസ്സുള്ള ചെറുപ്പക്കാരാണ് ഈ സമീപകാലത്ത് വന്നത്. ക്രൈസ്തവ സഹോദരനാണ്. നിന്റെ പേരെന്താ? സ്റ്റീഫൻ. ക്രിസ്ത്യാനി. പൊയ്ക്കോ. പറയാൻ പറ്റില്ല, അവൻ മനുഷ്യനാണ്. നിന്റെ പേരെന്താണ്? സുജിത്ത്. കാലില്ല. ഹിന്ദുവാണ്. അത് പൊയ്ക്കോ. പറയാൻ പറ്റൂല, മനുഷ്യനാണ്. മനുഷ്യർക്ക് മാത്രമുള്ള സംഗതിയാണ് മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം, മനസാക്ഷി എന്ന് പറയുന്ന സാധനം. അത് നിനക്കൊന്നും ഇല്ലാതെ പോയത് ജന്മം കൊണ്ട് അങ്ങനെ ഇരുകാലികളാണെങ്കിലും, ജന്മം കൊണ്ട് ഇരുകാലികളാണെങ്കിലും കർമ്മം കൊണ്ട് നാൽക്കാലികളായി പോയതുകൊണ്ടാണ്. എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നിർഗുണ വസന്തങ്ങളെ, നിങ്ങൾ ഈ വിദ്വേഷം പറഞ്ഞുകൊണ്ടിരുന്നോ, പാവപ്പെട്ടവർക്ക് കിട്ടുന്നത് മുടക്കരുത്. എന്റെ അൻസാരി ഉസ്താദെ, പാവപ്പെട്ട ഹിന്ദുവിന് കിട്ടുന്ന സഹായം ഉണ്ടല്ല, ആ സഹായം മുടക്കിയിട്ട് തിന്നല്ലാതെ ഈ പരനാൽക്കൊക്കെ എപ്പോഴെങ്കിലും ഹിന്ദുവിനെ സഹായിച്ച ചരിത്രം, ആ ചരിത്രം ഉണ്ടാകും. ഇങ്ങനെ പാവപ്പെട്ട ഹിന്ദുവിന് കിട്ടുന്ന സഹായം ഉണ്ടല്ല, ആ സഹായം ഇല്ലാതാക്കാൻ വേണ്ടി ഇവനുണ്ടല്ല, ഇവനൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യും. ഈ വീഡിയോക്ക് കിട്ടുന്ന പൈസ ഉണ്ടല്ല, ആ പൈസ കൊണ്ടാണല്ലോ ഇവനും ഇവന്റെ മക്കളുണ്ടല്ല, ആ മക്കളൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആലേക്കുണ്ടല്ല ലജ്ജ തോന്നുന്നു. ഇങ്ങനെ ഒരാളുടെ സഹായം മുടക്കി കിട്ടുന്ന പൈസ കൊണ്ടൊക്കെ എങ്ങനെയാണ് നിനക്കൊക്കെ ഭക്ഷണം അകത്തേക്ക് വരുന്നത് പരനാറി. ഞാൻ നിങ്ങൾക്കുണ്ടല്ല ഇനി ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ ഉണ്ടല്ല, ഒരു പാവപ്പെട്ട ഹിന്ദു യുവാവിനാ നമ്മൾ അൻസാരി ഉസ്താദ് ഉസ്താദ് സഹായിക്കാൻ പോകുന്ന വീഡിയോ ആണ്. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് പാവപ്പെട്ട ഹിന്ദുക്കളുടെ പ്രതീക്ഷയാണ് ഈ പരനാറി സംഖ്യയിട്ടില്ല ഇവനെപ്പോലുള്ള ആൾക്കാരുണ്ടല്ല ഇല്ലാതാക്കാൻ നോക്കുന്നത്. എന്താണ് നമുക്കിട്ടില്ല, ആ ഒരു വീഡിയോ കൂടി കണ്ടിട്ട് വരാം. എന്റെ മോൻ എങ്ങനെയെങ്കിലും ഉസ്താദ് ഈ കാലൊന്ന് പിടിപ്പിച്ചു കൊടുത്ത് എന്റെ മകൻ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ എനിക്ക് ഓടി ആഴ്ച വന്ന് എന്റെ മകനെ നോക്കാനുള്ള നിവർത്തിയില്ല. ലോകം മൊത്തം ഞങ്ങൾക്ക് കടമുണ്ട്. എങ്ങനെയെങ്കിലും എന്റെ മകന് കാല് പിടിപ്പിച്ചു കൊടുത്താൽ ഞങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും വലിയത്, ഞങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ഉസ്താദാണ് ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കണം. ദൈവം അഴച്ച ഒരാളാണെന്നാണ് ഞങ്ങൾ കണക്കാക്കിയേക്കണം. നിങ്ങൾ കണ്ടില്ലേ, സുജിത്തിന്റെ കാല് മുറിച്ചു പോയതാണ്. അപ്പോൾ സുജിത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം. 2 വയസ്സുള്ള കുഞ്ഞാണ് സുജിത്തിനുള്ളത്. അതിനെ ഒന്ന് സ്വന്തം ആരോഗ്യത്തോടുകൂടി എടുക്കാൻ പോലും സുജിത്തിന് വയ്യ. സുജിത്ത് എന്നോട് വിട്ട വോയിസ് ഒക്കെ പലപ്പോഴും നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്, പലരും കേട്ടിട്ടുള്ളതാണ്. വളരെ നിസ്സഹായമായ അവസ്ഥയാണ്. അവന് വേറെ മാർഗങ്ങളൊന്നുമില്ല. നിങ്ങൾ കണ്ടില്ലേ. അപ്പം സുജിത്തിനൊരു വേറെ ഒന്നും വേണ്ട, ഒരു കാല് പിടിപ്പിക്കുന്നുണ്ട്, എപ്പുകാല്. കാരണം അവൻ എൻ്റെ പ്രായമാണ്. എനിക്ക് 3 മക്കളാണ്. അപ്പം നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ നമ്മൾ എടുത്തുകൊണ്ട് നടക്കുന്ന, ആഘോഷിക്കുന്ന, സന്തോഷിക്കുന്നതാണ്. അപ്പോൾ അവൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ നമുക്ക് വല്ലാത്ത പ്രയാസമാണ്. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതുപോലെ ആശുപത്രി കിടന്ന സമയത്ത് ഉസ്താദ് എൻ്റെ ഒരു വീഡിയോ കൊണ്ടാണ് ഉസ്താദിന് എന്നെ സഹായിക്കാൻ സാധിച്ച്. അങ്ങനെയാണ് എൻ്റെ ജീവൻ കിട്ടിയത് തന്നെ. ഇപ്പം അത് ആ ജീവൻ കിട്ടിയതിൻ്റെ ആ സമയത്ത് എൻ്റെ കാലും മുറിച്ച് കളഞ്ഞ് ഇപ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, കുഞ്ഞിനെ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് ജോലിക്ക് പോകണമെങ്കിലും കുഞ്ഞിനെയൊക്കെ നോക്കണമെങ്കിലും അത് കാല് വെക്കുന്നതിന് നല്ലൊരു തുകയാകുമെന്നാണ് പറയണത്. ഞങ്ങളെ കൊണ്ട് ഇപ്പം സാധിക്കാൻ പറ്റൂല. കാരണം ഒരുപാട് പൈസ ഹോസ്പിറ്റലുമായി. വിഷമിക്കാൻ നമുക്ക് മാർഗം ഉണ്ടാക്കാം. അപ്പോൾ സുജിത്ത്, നിങ്ങൾ കണ്ടല്ലോ ഇതുപോലത്തെ എത്ര പാവപ്പെട്ട ഹിന്ദുക്കളാണെന്നറിയോ അൻസാരി ഉസ്താദന പ്രതീക്ഷയോടെ വിളിക്കുന്നത്. ആ പാവപ്പെട്ട ഹിന്ദുക്കളുടെ പ്രതീക്ഷയാണ് ഈ പരനാറി ചാണക സംഖ്യയിട്ടല്ല ഇവനൊക്കെ കൂടി ഇല്ലാതാക്കുന്നത്. ഈ ചാണക സംഖ്യയുടെ അടുത്തുണ്ടല്ലോ ഒരാള് ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും പോകില്ലല്ലോ. കാരണം അവർക്കൊക്കെ അറിയാം ഈ പരനാറിന്റെ എടുക്കുന്നുണ്ടല്ലോ ഒരു ഗ്ലാസ് വെള്ളം പോയിട്ട് അര ഗ്ലാസ് വെള്ളം ഉണ്ടല്ലോ, അര ഗ്ലാസ് വെള്ളം പോലും കിട്ടൂല എന്ന്. പക്ഷെ ചാണക സംഖ്യ ഇതുപോലുള്ള നീ ഉസ്താദിനെ കുറിച്ച് ദൈവത്തിന് നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ, കർമ്മ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ സാധനം തിരിഞ്ഞിട്ടില്ല നിനക്ക് തന്നെ കിട്ടും. അങ്ങനെ നിനക്ക് കിട്ടുമ്പോഴല്ല ഉസ്താദ് ചെയ്യുന്ന ഈ സഹായം ഉണ്ടല്ല, ഈ സഹായം എത്രമാത്രം വലുതാന്ന് അന്ന് നിനക്ക് മനസ്സിലാകും. എന്തൊക്കെയായാലും ഇവരെ പോലുള്ള മലവാണ സംഖ്യയിലുണ്ടല്ല എന്നും യഥാർത്ഥ ഹിന്ദുക്കളുണ്ടല്ല, ദൈവവിശ്വാസികളായ യഥാർത്ഥ ഹിന്ദുക്കൾ അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ അൻസാരി ഉസ്താദിനെ പോലുള്ള നന്മയുള്ളവരുണ്ടല്ല, യഥാർത്ഥ ഹിന്ദു ഉണ്ടല്ല എന്നും ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ, നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ. അപ്പോഴെന്തായാലും എന്റെ പ്രിയപ്പെട്ട അൻസാരി ഉസ്താദിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.